ഗൈസ്, നിങ്ങൾ ഈ ചാനലിൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ദിസ് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ സ്റ്റാർട്ടഡ്. ദോഷമറച്ചിടുമ്പോൾ ഫ്ലിപ്പാണേ സംസ് കടക്ക് പുറത്ത് അതട്ടാൻ സഭയിലായി കോരി തരട്ടെ. ഞാൻ ആട്ടിട്ടാണെന്നറിഞ്ഞപ്പം കവലയിലൊട്ടുക വർത്താനം എന്റെ സോങ്ങിലുമായിരുന്നു പറഞ്ഞപ്പോ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങളുടെ സംസാരേ. കല്ലുപ്പ് വെങ്കായം തൈര് ട്രെൻഡ് സെറ്റേഴ്സ് ആൾക്കാർക്ക് ഉയര് നാട്ടിൽ എല്ലാം ഒരു വക പുകില്. പ്രോഗ്രസീവ് ചിന്ത പറഞ്ഞാലായി കോൺട്രവേഴ്സിയായി പുലിവാലായി നോട്ട് ദ പോയിന്റ് ഫൈവ് താളമടി ഉള്ളവൻ ഇവിടുന്ന് രാജാവായി. കള്ളത്തരം പറയുന്നൊരത് ക്യാഷാക്കും കൂട്ടിക്കൊടുപ്പത് സ്ഥിരമായി മാറും. കള്ളൻ പിടിക്കപ്പെട്ടാലും കള്ളന് കഞ്ഞി വെച്ചവൻ ഇവിടെ വാഴും. കള്ളത്തരം പറയുന്നൊരത് ക്യാഷാക്കും കൂട്ടിക്കൊടുപ്പത് സ്ഥിരമായി മാറും. കള്ളൻ പിടിക്കപ്പെട്ടാലും കള്ളന് കഞ്ഞി വെച്ചവൻ ഇവിടെ വാഴും. പ്ലെയിൻ പറക്കണ നീലാകാശം അതിനിടയ്ക്കെന്റെ പ്രാസം തലകുത്തി മറിയണ പ്രകടന പ്രഹസനം ഫ്ലിപ്പടി ഫ്ലിപ്പടി ഫ്ലിപ്പ് ഫ്ലിപ്പ് ഫ്ലിപ്പടി. പ്ലെയിൻ പറക്കണ നീലാകാശം അതിനിടയ്ക്കെന്റെ പ്രാസം തലകുത്തി മറിയണ പ്രകടന പ്രഹസനം ഫ്ലിപ്പടി ഫ്ലിപ്പടി ഫ്ലിപ്പ് ഫ്ലിപ്പ് ഫ്ലിപ്പടി. ഫ്ലിപ്പ് ബാക്കിലോട്ട് ഫ്ലിപ്പ് ഫ്രണ്ടിലോട്ട് ഫ്ലിപ്പ് 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 ഫ്ലിപ്പടി. ഫ്ലിപ്പ് ബാക്കിലോട്ട് ഫ്ലിപ്പ് ഫ്രണ്ടിലോട്ട് ഫ്ലിപ്പ് 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 ഫ്ലിപ്പടി. പ്രേമിച്ച് കെട്ടിയ സഭ പുറത്താക്കും. കൊന്ന പാപം കുമ്പസരിച്ചാ തീരും. ഒന്ന പാടും അവസാനം മറക്കും. വന്ന വഴി മറക്കും. വെലികെട്ടി അടയ്ക്കും. നന്ദിയില്ല നിന്ന മാത്രം അന്നമില്ല തിന്ന പാത്രം. പട്ടിണി ദിനരാത്രം ഭ്രാന്തം പ്രാരാബ്ദം അത് വെറുതെ സുലഭം. നന്ദിയില്ല നിന്ന മാത്രം അന്നമില്ല തിന്ന പാത്രം. പട്ടിണി ദിനരാത്രം ഭ്രാന്തം പ്രാരാബ്ദം അത് വെറുതെ സുലഭം. ആൾക്കാർ നൽകണ സ്പെഷ്യൽ നന്മ സ്റ്റിക്കർ ഒട്ടിച്ച പ്രവൃത്തി പുണ്യ. ഡെഡിക്കേറ്റഡ് ഫാൻസ് ഉള്ളൊരു കളിയാ അനിയാ സൂക്ഷിച്ച് ചിലക്കടച്ചേക്ക. ഭീഷണിയല്ലിത് കയ്യൂക്ക മീശ പിരിച്ചൊരു ഡയലോഗ. അയ്യന്റെ മോനെ പേടിച്ചു പോയേ സ്റ്റിൽ പണി വരണുണ്ടവറാച്ച. കള്ളത്തരം പറയുന്നൊരത് ക്യാഷാക്കും കൂട്ടിക്കൊടുപ്പത് സ്ഥിരമായി മാറും. കള്ളൻ പിടിക്കപ്പെട്ടാലും കള്ളന് കഞ്ഞി വെച്ചവൻ ഇവിടെ വാഴും. കള്ളത്തരം പറയുന്നൊരത് ക്യാഷാക്കും കൂട്ടിക്കൊടുപ്പത് സ്ഥിരമായി മാറും. കള്ളൻ പിടിക്കപ്പെട്ടാലും കള്ളന് കഞ്ഞി വെച്ചവൻ ഇവിടെ വാഴും. പ്ലെയിൻ പറക്കണ നീലാകാശം അതിനിടയ്ക്കെന്റെ പ്രാസം തലകുത്തി മറിയണ പ്രകടന പ്രഹസനം ഫ്ലിപ്പടി ഫ്ലിപ്പടി ഫ്ലിപ്പ് ഫ്ലിപ്പ് ഫ്ലിപ്പടി. പ്ലെയിൻ പറക്കണ നീലാകാശം അതിനിടയ്ക്കെന്റെ പ്രാസം തലകുത്തി മറിയണ പ്രകടന പ്രഹസനം ഫ്ലിപ്പടി ഫ്ലിപ്പടി ഫ്ലിപ്പ് ഫ്ലിപ്പ് ഫ്ലിപ്പടി. ഫ്ലിപ്പ് ബാക്കിലോട്ട് ഫ്ലിപ്പ് ഫ്രണ്ടിലോട്ട് ഫ്ലിപ്പ് 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 ഫ്ലിപ്പടി. ഫ്ലിപ്പ് ബാക്കിലോട്ട് ഫ്ലിപ്പ് ഫ്രണ്ടിലോട്ട് ഫ്ലിപ്പ് 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 ഫ്ലിപ്പടി. സോ ഗൈസ്, അങ്ങനെ നമ്മൾ വാക്കിംഗ് ടെസ്റ്റും റണ്ണിങ് ടെസ്റ്റും ഒക്കെ ചെയ്തു. ഇനി നമുക്ക് റൈഡിങ് പൊസിഷനിലെ ഒരു ആംഗിളും കൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സോ ഫോൺ അവിടെ സെറ്റ് ചെയ്ത് ഇനി കയറി വന്നിരുന്ന് നോക്കാം. ഇന്ന് കഴിയുമ്പോൾ ഇത് ക്യാമറ ആംഗിൾ കുറച്ച് താഴോട്ടാണ് തോന്നുന്നു. ഇനി അത് പൊക്കി വെച്ച് നോക്കട്ടെ ഞാൻ. സോ നിങ്ങൾ ഈ കാണുന്ന പോലെയാണ്. ഇതാണ് നമ്മൾ ചെസ്റ്റ് മൗണ്ടിൽ അല്ലെങ്കിൽ ആക്ഷൻ ക്യാമറ നമ്മൾ ചെസ്റ്റിൽ മൗണ്ട് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ പൊസിഷൻ. അല്ലെങ്കിൽ ക്യാമറ ആംഗിൾ റൈഡ് ചെയ്യുമ്പോഴുള്ള ആംഗിൾ ആയിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് പ്രിറ്റി മച്ച് നൈസ്. ഇറ്റ്സ് ബെറ്റർ ദാൻ ചിൻ മൗണ്ട്. ഹെൽമെറ്റിലെ ചിൻ മൗണ്ടിനെക്കാട്ടി ഐ തിങ്ക് എനിക്ക് ഇതാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്. ഓരോ റൈഡേഴ്സിനും ഓരോ ലെവൽ ഓഫ് കൺവീനിയൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്കിത് കുറച്ച് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇത്. ഞാൻ ഇനി അടുത്ത നെക്സ്റ്റ് ഞാൻ ചിൻ മൗണ്ട് ചെയ്ത് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടുള്ള ആംഗിളും കൂടെ കാണിച്ചു തരാം. സോ ഇതാണ് എൻ്റെ ആക്ഷൻ ക്യാമറയുടെ ചിൻ മൗണ്ട് സെറ്റപ്പ്. നിങ്ങൾക്കിത് കാണാൻ പറ്റും. എൻ്റെ ചിന്നിലായിട്ട് പ്ലേസ് ചെയ്തേക്കുന്നത്. എനിക്ക് ശരിക്കും റൈഡ് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. പക്ഷേ എന്തായാലും ഞാൻ ചെസ്റ്റ് മൗണ്ട് ചെയ്തതും ചിൻ മൗണ്ട് ചെയ്തതൊക്കെ റൈഡ് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. റൈഡ് ചെയ്ത് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാനിപ്പോൾ എൻ്റെ പൊസിഷനൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം ബൈക്കിൽ കയറിയിട്ട്. ഓക്കെ, സോ ഇതാണ് പൊസിഷൻ. ചിൻ മൗണ്ട് ചെയ്യുമ്പോഴുള്ള പൊസിഷനിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിൻ മൗണ്ട് ചെയ്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് തല അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കുന്നതനുസരിച്ച് നമുക്ക് ആ ക്യാമറയും കൂടെ തിരിക്കും. പക്ഷേ ചെസ്റ്റ് മൗണ്ട് ചെയ്താൽ അങ്ങനെയല്ല. ചെസ്റ്റ് മൗണ്ട് ചെയ്താൽ ചെസ്റ്റിൽ തന്നെ ആയിരിക്കും അതിരിക്കുന്നത്. സോ ഈ ചെസ്റ്റ് മൗണ്ട് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് നമ്മളുടെ ഹൂഡീസ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഷർട്ട് ഓൺ ടോപ്പ് ഓഫ് ആ ഷർട്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇടാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആ ചെസ്റ്റ് മൗണ്ട് ചെയ്തേക്കുന്ന ആ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും. സോ
ക്യാമറ നമുക്ക് നല്ലോണം ഹൈഡ് ചെയ്ത് കീപ്പ് ചെയ്യാൻ പറ്റും. ഓൾസോ നമുക്ക് ഫുട്ടേജസ് എടുക്കുകയും ചെയ്യാം. സോ ഇറ്റ്സ് എ വിൻ വിൻ സിറ്റുവേഷൻ. സോ ഗൈസ്, അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, പോകരുത്, ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. എന്നാലും എനിക്ക് നെക്സ്റ്റ് വീഡിയോസിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ റൈഡേഴ്സായ ഫ്രണ്ട്സിനോടും എല്ലാവർക്കും നിങ്ങൾക്കിത് വീഡിയോ ഷെയർ ചെയ്യാം. സോ ഇനിയിപ്പോൾ ഈ ലോക്ക്ഡൗൺ കഴിയാണ്ട് പുറത്തൊന്നും നടക്കാൻ പറ്റത്തില്ല. സോ ടിൽ ദെൻ വീട്ടിൽ തന്നെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഗെറ്റ് ക്രിയേറ്റീവ്, ബി മോർ പ്രൊഡക്റ്റീവ് ഗൈസ്. അപ്പം ഇനിയും എന്താ പറയുക, ടാറ്റാ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.